തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ഫണ്ട് വെട്ടിക്കുറച്ചതിൽ പ്രതിഷേധിച്ചുള്ള UDFന്റെ രാപ്പകൽ സമരം ആരംഭിച്ചു. കോതമംഗലം ടൗണിലും മറ്റ് വിവിധ കേന്ദ്രങ്ങളിലും സമരം നടക്കുന്നുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ഫണ്ട് വെട്ടിക്കുറച്ചതിനെതിരെ UDF സംസ്ഥാന വ്യാപകമായി രാപ്പകൽ സമരം നടത്തുകയാണ്. കോതമംഗലത്ത് UDF മുനിസിപ്പൽ മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലുള്ള സമരം DCC വൈസ് പ്രസിഡന്റ് ജിൻഡോ ജോൺ ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ഞെരിക്കുകയാണ് LDF സർക്കാർ ചെയ്യുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. അഴിമതിയും വെട്ടിപ്പുമാണ് സർക്കാരിന്റെ മുഖമുദ്രയെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മൾ വികസന മുരടിപ്പ് എന്ന് പറഞ്ഞാൽ വൻകിട കെട്ടിടങ്ങൾ പണിതുയർത്താത്തതോ, വിമാനത്താവളങ്ങൾ വരാത്തതോ, മെട്രോ റെയിലുകൾ ഉണ്ടാകാത്തതോ മാത്രമല്ല, സാധാരണ മനുഷ്യർക്ക് അനുഭവവേദ്യമാകുന്ന രീതിയിലുള്ള യാതൊരുവിധ നല്ല പ്രവർത്തനങ്ങളും നാട്ടിൽ നടക്കുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യത്തിലേക്ക് വിരൽ ചൂണ്ടാൻ വേണ്ടിയിട്ടാണ് ഈ സമരം സംഘടിപ്പിച്ചിരിക്കുന്നത്. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളെ മുരടിപ്പിക്കുന്ന രീതിയിലാണ് കേരളത്തിലെ പിണറായി വിജയൻ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ ഓരോന്നും കടന്നു പോകുന്നത്. കഴിഞ്ഞ 9 വർഷം എന്ന് പറഞ്ഞാൽ 2016 കേരളം എത്തി നിന്ന ആ വികസനത്തിൽ നിന്ന് പുറകോട്ട് നമ്മളെ 10-20 കൊല്ലം തിരിച്ചു നടത്തിച്ചതാണ് എന്ന് നമ്മൾ പറയേണ്ടി വരും. ഓരോ മേഖല എടുത്ത് പരിശോധിച്ചാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രവർത്തന ഫണ്ടുകൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് തന്നെ വെട്ടിക്കുറയ്ക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മണ്ഡലം പ്രസിഡന്റ് PR അജി അധ്യക്ഷത വഹിച്ചു. KP ബാബു, PP ഉതുപ്പാൻ, ഷമീർ പനിക്കൽ, MS എൽദോസ്, എബി എബ്രഹാം, സിജു എബ്രഹാം, പ്രിൻസ് വർഗി, എൽദോസ് കീച്ചേരി, ജോർജ് വർഗീസ്, അനൂപ് ജോർജ്, സണ്ണി വർഗീസ്, ജോർജ് അമ്പാടൻ, മാത്യു ജോസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു. GTV ന്യൂസ്, കോതമംഗലം.